അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ 3-ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ ഒരു പേപ്പറാണ് നോക്കാൻ പോകുന്നത്. ഫിഖ്ഹിലെ പാദവാർഷിക പരീക്ഷയുടെ പേപ്പറാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, അതുപോലെ ബന്ധപ്പെട്ട കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. ഒന്നാമത്തെ പ്രവർത്തനം, ശരിയും തെറ്റും അടയാളപ്പെടുത്താം. നമുക്കിവിടെ ഓരോ വരിയുടെ നേരെയും ഓരോ കോളങ്ങൾ കാണാം. ഇവിടെ എഴുതിയത് ശരിയാണെങ്കിൽ കോളത്തിൽ ശരിയും, തെറ്റാണെങ്കിൽ അതാത് കോളങ്ങളിൽ തെറ്റും രേഖപ്പെടുത്തണം. നോക്കാം. ഒന്നാമത്തത്, വിസർജന വേളയിൽ സംസാരിക്കൽ. വിസർജന വേളയിൽ സംസാരിക്കൽ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. രണ്ടാമത്തത്, മൂത്രിക്കുമ്പോൾ തലമറക്കണം. ശരിയാണ്. മൂന്നാമത്തത്, മൂത്രപ്പുരയിൽ ഇടത് കാൽ വെച്ച് പ്രവേശിക്കണം. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. മൂത്രപ്പുരയിൽ കയറുമ്പോൾ ഇടത് കാൽ മുന്തിച്ചു കണ്ടാണ് കയറേണ്ടത്. നാലാമത്തത്, ജറാദിൻ്റെ ശവം നജസല്ല. ശരിയാണ്. മനുഷ്യൻ, മത്സ്യം, ജറാദി എന്നിവ ഒന്നും നജസല്ല. അഞ്ചാമത്തത്, രാവിലെ സൂര്യൻ ഉദിക്കും മുമ്പ് സുബ്ഹ് നിസ്കരിക്കണം. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബ്ഹ് നിസ്കരിക്കണം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, യോജിച്ചവ ചേർക്കാം. താഴെ വരിയുമായി യോജിച്ചത് ബ്രാക്കറ്റിൽ കൊടുത്തവയിൽ ഏതാണ് എന്ന് നോക്കിയിട്ട് അവിടെ എഴുതി കൊടുക്കുക. ഒന്നാമത്തത്, ഏറ്റവും നല്ല സൽക്കർമ്മമാണ് ഡാഷ്. ഏറ്റവും നല്ല സൽക്കർമ്മമാണ് നിസ്കാരം. ബ്രാക്കറ്റിൽ കാണാം, അത് താഴേക്ക് എടുത്തെഴുതുക. 2, മറ കൂടാതെ ഖിബിലക്ക് പിന്നിട്ട് വിസർജനം ഡാഷ്. മറ കൂടാതെ ഖിബിലക്ക് പിന്നിട്ട് വിസർജനം ഹറാമാണ്. മൂന്നാമത്തത്, വുളൂഇൻ്റെ ഷർത്തുകളെല്ലാം ഡാഷ്. വുളൂഇൻ്റെ ഷർത്തുകളെല്ലാം കുളിക്കും ഷർത്താണ്. വുളൂഇൻ്റെയും കുളിയുടെയും ഷർത്ത് ഒന്നാണ്. നാലാമത്തത്, തല മുഴുവൻ തടവൽ വുളൂഇൻ്റെ ഡാഷ്. തല മുഴുവൻ തടവൽ വുളൂഇൻ്റെ സുന്നത്താണ്. അഞ്ചാമത്തത്, തല അല്പം തടവൽ വുളൂഇൻ്റെ ഡാഷ്. തല അല്പം തടവൽ വുളൂഇൻ്റെ ഫർളാണ്. തല അല്പം തടവിയാൽ ഫർള് വീടും. ഇനി അടുത്ത പ്രവർത്തനം, 2 എണ്ണം വീതം എഴുതാം. ഒന്നാമത്തത്, നജസ്സുകൾ. നമ്മൾ ധാരാളം നജസ്സുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 എണ്ണം മാത്രം ഈ ഭാഗത്ത് എഴുതിയാൽ മതി. 1 മലം, 2 മൂത്രം. ഇനി രണ്ടാമത്തെ ചോദ്യം, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ. അതിൽ നിന്നും 2 എണ്ണം എഴുതാനാണ്. 1 മനീ പുറപ്പെടൽ, 2 ഫർജിൽ ഹഷ്ഫ കടക്കൽ. മൂന്നാമത്തെ ചോദ്യം, കുളിയുടെ ഫർളുകൾ. ഇനി കുളിയുടെ ഫർളുകളിൽ നിന്ന് 2 എണ്ണം എഴുതാനാണ്. 1 നീയത്ത്, 2 ശരീരം മുഴുവനും വെള്ളം ചേർക്കുക. ഇനി അടുത്ത പ്രവർത്തനം, എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നായ, പന്നി എന്നിവ കൊണ്ട് അശുദ്ധമായാൽ എങ്ങനെയാണ് കഴുകുക? ഉത്തരം, നായ, പന്നി എന്നിവ കൊണ്ട് അശുദ്ധമായാൽ 7 തവണ കഴുകണം. ആദ്യം എന്ത് ചെയ്യും? 7 തവണ കഴുകുക. അതിൽ 1 തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് വേണം കഴുകാൻ.
ഇനി രണ്ടാമത്തെ ചോദ്യം, മലം കൊണ്ട് നജസായാൽ അത് എങ്ങനെയാണ് കഴുകി വൃത്തിയാക്കേണ്ടത്? ഉത്തരം, മറ്റു നജസ്സുകൾ അവയുടെ നിറം, മണം, രുചി എന്നിവ പോകുന്നത് വരെ കഴുകണം. ഇനി അടുത്ത പ്രവർത്തനം, ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, വുളൂ ചെയ്യാൻ നിസ്കാരത്തിൻ്റെ സമയം ആയി എന്ന് ഉറപ്പുവരുത്തണം ആര്? ഉത്തരം, നിത്യവും അശുദ്ധിയിൽ ഉള്ളവർ നിസ്കാരത്തിൻ്റെ സമയം ആയി എന്ന് ഉറപ്പുവരുത്തണം. നിത്യാശുദ്ധിയുള്ളവർക്കാണ് സമയം ആയ ശേഷം വുളൂ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, വുളൂഇൽ 2 മുൻകൈ കഴുകുമ്പോൾ കരുതൽ സുന്നത്താണ് എന്ത്? ഉത്തരം, വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുകയും ഉച്ചരിക്കുകയും അഊദും ബിസ്മിയും 2 ഷഹാദത്തും പിന്നെ അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅൻ തഹൂറ എന്നും ചൊല്ലിക്കൊണ്ട് 2 മുൻകൈ കഴുകണം. ഇവയെല്ലാം സുന്നത്താണ്. ഇനി അവസാനത്തെ പ്രവർത്തനം, ദിക്റുകൾ എഴുതാം. ഒന്നാമത്തത്, വിസർജനത്തിന് പ്രവേശിക്കുമ്പോൾ നമ്മൾ വിസർജിക്കാൻ വേണ്ടി ടോയ്ലറ്റിലേക്കോ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ അത് ഏതാകുന്നു? ഉത്തരം, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബാഇസി. രണ്ടാമത്തെ ചോദ്യം, വുളൂഇന് മുൻകൈ കഴുകുമ്പോൾ അഊദും ബിസ്മിയും 2 ഷഹാദത്തും ചൊല്ലിയ ശേഷം ചൊല്ലേണ്ടത്? ഉത്തരം, അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറ. അപ്പോൾ നമ്മൾ 3-ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ പാദവാർഷിക പരീക്ഷയുടെ മുഴുവൻ ചോദ്യോത്തരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.